ഹായ് അസ്സലാമു അലൈക്കും മുത്തുമണികളെ, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. ഞാൻ ഒമാനിൽ നിന്നും റൈഹാനത്ത്. പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ മക്കളെ ഒന്നും പറയണ്ട, പൊടിച്ച വിട്ട ചൂടാണ്. ചൂടിൻ്റെ കാര്യം ഇവിടെ പറയണ്ടല്ലോ, ഉണ്ടല്ലേ. ഞാൻ പറയുകയാണേ, നമ്മൾ എൻ്റെയൊക്കെ സങ്കല്പത്തിലൊരു ഗൾഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടേക്ക് വരുന്നേക്ക് മുന്നേ ഗൾഫ് പോയാൽ ഒന്ന് അടിച്ച് പൊളിച്ച് അടിപൊളിയാക്കാൻ നല്ല രസാക്കാരം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മനസ്സിലുണ്ടാവും ഓരോരോ വരുന്നതിന് മുന്നേ ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. ആ സങ്കല്പത്തോടു കൂടി ഇങ്ങനെ വന്ന് കയറിയതായിരുന്നു. അപ്പോൾ വന്ന് കയറിയപ്പോഴല്ല മനസ്സിലായത് മക്കളെ, ഇവിടെ എത്തി ഇവിടുത്തെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി ഇവിടെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ തുടങ്ങിയത് എത്രയും നല്ലത് നമ്മളെ നാടായിരുന്നു എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇവിടെ കുറ്റം പറയല്ല. പക്ഷേ എങ്കിലും ഇവിടുത്തെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ പ്രവാസികൾ, നമ്മൾ മാത്രമല്ലേ, ഓരോ പ്രവാസികൾ ഇതുപോലെ വെയിലത്തും ചൂടത്തും പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒന്നും നമ്മളാരും അറിയിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ആര് വിളിക്കുമ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ സുഖമാണ് എന്നല്ലേ, നമ്മളല്ലാതെ നമ്മൾ ടെൻഷനോ വിഷമാരോ ആരും പറയില്ല, ഒരുവിധമുള്ളവരൊന്നും പറയില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണേ, എന്താലേ ഗൾഫ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വന്നത് എൻ്റെ സങ്കല്പം വേറെ ആയിരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോൾ ഉണ്ടായത് വേറെയാണെന്ന് പറഞ്ഞ ഇവിടുത്തെ കാലാവസ്ഥ തന്നെ കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വിധം നമുക്കൊരു ചൂടൊഴിഞ്ഞ നേരല്ല. പിന്നെ ലാസ്റ്റ് ചെയ്ത് ഒരു മാസം കുറച്ച് എങ്ങാനും ഒരു ചെറിയൊരു തണുപ്പിൻ്റെ ഒരു മാസം വരും, 1-2 മാസം. പക്ഷെ അതും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ലാത്ത ടൈമിലൊക്കെ പെരും ചൂട് തന്നെ. എനിക്കൊന്നും ചൂടോട്ട് ഞാനൊക്കെ ചില ദിവസം ഉണ്ടല്ലോ നമ്മുടെ ശരീരമൊക്കെ മൊത്തം അങ്ങോട്ട് തളരും. നമുക്ക് കിച്ചണത്തെ പണിയും അതുപോലെ നമ്മളെ പുറത്തെ വെയിലൊക്കെ പാട് നമ്മൾ ഏസൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാലും അതിട്ടാൽ തന്നെ നമ്മളെ ചൂടൊക്കെ വലിച്ചെടുക്കും. അപ്പം ഞാനിങ്ങനെ എൻ്റെ കോലം കണ്ടിട്ട് ഇവരെന്താട്ടി ഒരു കൂളറും കൂടി മേടിച്ചു കൊടുത്തു അടുക്കളയ്ക്ക് വെക്കാൻ. അതിങ്ങനെ സൗണ്ടും ഉണ്ട് കാറ്റും ഉണ്ട്, പക്ഷെ തണുപ്പൊന്നും അതിനുമില്ല. അതിന് ഈ ചൂടത്ത് അതൊന്നും ഏൽക്കൂലേ. ഞാനൊക്കെ അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഈ അടുക്കളയിൽ കറിയുമ്പോൾ അപ്പം ഇതിന് പാപം മാമ പറയട്ടോ അത് ഓണാക്കാൻ പറയാം, മറ്റേ കൂളർ ഓണാക്കെന്ന് പറയും. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയും, കാരണം അത് ഓണാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു സമാധാനത്തിൽ എങ്ങനെ ഓണാക്കിൻ്റെ കോലൊക്കെ കണ്ടാൽ പറയും. കാരണം അത്രക്ക് ചൂട് പിടിച്ച് സഹിക്കാൻ പറ്റൂല. അപ്പോൾ ചിലവർ പറയും ഇപ്പോൾ തിരങ്ങാറായിട്ട് എന്തിനാ ഇപ്പോൾ അവിടെ ഒക്കെ ചൂട് സഹിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചവർക്ക് ചോദിക്കേണ്ട ഒരു മണിക്കൂറുള്ളൂ. ഓരോ മനുഷ്യന്മാർക്കും ഇങ്ങനെ അവനവരുടെ മക്കളെയും കുട്ടികളെയും നാടൊക്കെ വിട്ട് വരുമ്പോൾ ഓരോരോ ഇതുണ്ടാവുമല്ലോ, ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവും. ചിലവർ പിന്നെ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവനാണ് സമ്പാദിക്കാൻ വേണ്ടി വരുന്നവർ, ചിലവർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരുന്നവരുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പെട്ടാട്ടെ ഞാനൊക്കെ. അപ്പം നമുക്ക് എന്തായാലും ചൂടായാലും വെയിലായാലും ഈ 2 കൊല്ലം വിസടിച്ചാൽ പിന്നെ നമ്മൾ സഹിച്ച് നിന്നേ പറ്റുള്ളൂ. ചില നേരത്തൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ കരച്ചിലൊക്കെ കരം വരിക, അത്രക്കെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കയ്യൂല പിടിച്ചിക്കാൻ. പുറത്തിറങ്ങുക എന്ന് പറയുന്ന കാര്യം കൊല്ലണ തുല്യാണ്. ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടുപോയിടാനൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മളെ കണ്ണെന്നും കണ്ണീരും എന്താ പറയുക, അത്രക്ക് നമ്മൾ അനുഭവിച്ചിട്ടാണ് ഓരോ പ്രവാസികളും ഓരോ ദിവസം തള്ളി നിൽക്കുന്നത്. ഞാൻ പറയണ ഇവിടെ അടുത്തൊരു കടക്കടയിൽ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇവിടെ വിളിച്ചിരുന്ന അയിട്ട് കൊടുന്നീരും കേട്ടോ. അയിട്ട് കൊടുന്നീരുമ്പോൾ മലയാളികളാണ്, അവരെ മുഖം ഫുള്ള് അവർ വെള്ളത്തിലാക്കാരം. അപ്പം ഞാൻ അപ്പം നമുക്ക് ഓരോ ചിന്ത മനസ്സിൽ വരുമല്ലോ, പഠിച്ച റബ്ബേ ഇരുത്തങ്ങളൊക്കെ എന്തുമാതിരി ഇരുത്ത് ഞാൻ അടക്കട്ടോ. പക്ഷെ പുറത്ത് പണിയെടുക്കുന്നവർക്ക് എൻ്റെ അത്രക്ക് അവരത്രക്ക് പ്രശ്നം എനിക്കുണ്ടാവില്ല. ഇന്നാൽ തന്നെ പിന്നെ ആയിട്ട് വേർത്തൊലിച്ചോക മുഖമൊക്കെ കാണാൻ കഴിയൂല, ആ രീതിയിലാണ് അതിറ്റൊക്കെ സാധനങ്ങൾ കൊണ്ട് വരും. ഇപ്പം നാട്ടിലെന്താവോ ഒരു ഗൾഫിലാണ്, അങ്ങനത്തെ ഒരു ചിന്തയല്ലേ. അവൻ ഗൾഫേരനാണ് അല്ലെങ്കിൽ അവൾ ഗൾഫേരത്തെ, അങ്ങനത്തെ ഒരു സംസാരമല്ല. പക്ഷെ ഇവിടുത്തെ അനുഭവം ഐറ്റങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ ആകെ ഇടങ്ങാറ് വരട്ടെ. കാരണം എങ്ങനെ അധ്വാനിച്ചിട്ട് അപ്പം ഐറ്റങ്ങളെ കുടുംബം നോക്കാനെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ നാട്ടിലെന്തേലും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുറ്റങ്ങൾക്കൊക്കെ അങ്ങനത്തെ വല്ല പണിയെടുത്തൂടെ. അപ്പോൾ കാരണം ആ വെയിൽ തങ്ങുലി ഉച്ച സമയത്തും ഇവിടെ നേരം വെളുത്ത ഒരു 7 മണിയൊന്നും ആവണ്ട, അപ്പം തന്നെ തുടങ്ങും ചൂടും. അത് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല, ആ ചൂടിൻ്റെ ആവി ഉണ്ടല്ലോ ഒന്നും പോകില്ല. അങ്ങനെയാണല്ലോ മക്കളെ ഗൾഫ് എന്ന് പറയാൻ. പിന്നെ ഇപ്പം നല്ല നല്ല കമ്പനി നല്ല ജോലി എസിൻ്റെ തൊട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓർക്കൊക്കെ ഓക്കെ, മറ്റുള്ളതൊക്കെ കണക്കാണ്. നമ്മളെപ്പോലെ എല്ലാവർക്കൊക്കെ ഗൾഫ് എന്ന് പറയുമ്പോൾ ദുരിതം തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പിടിച്ച് തള്ളി നിൽക്കണമെന്ന് തന്നെ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ മുത്തുമണികളെ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.